ഇത് നമ്മൾ രാവിലെ കുളിച്ചൊരുങ്ങി എങ്ങോട്ടാണെന്നല്ലേ, ഇന്ന് നമ്മുടെ ഋഷിയുടെ സ്കൂളിൽ ചിൽഡ്രൻസ് ഡേയുടെ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഋഷിയുടെ ഡാൻസൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഒരു 10:30 അവിടെ എത്താനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ രാവിലെ റെഡിയായി ഒരു 10:30 കഴിഞ്ഞിട്ടാണ് എത്തിയത്. 10:30 കഴിഞ്ഞ് ഋഷിനെ ക്ലാസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ പോയിരുന്നു. 11:30 പരിപാടി സ്റ്റാർട്ടായത്. ഓരോ സെക്ഷനായിട്ടായിരുന്നു കേട്ടോ, ഓരോ ക്ലാസ്സായിട്ടായിരുന്നു പരിപാടി. അപ്പോൾ ഋഷിയുടെ പ്രീ കെ ജിയുടെ പരിപാടി വരുന്നത് 11:30 അപ്പോൾ ആദ്യം തന്നെ ഓരോ ഡിവിഷൻ ബേസിൽ പിള്ളേരുടെ പെർഫോമൻസ് ആയിരുന്നു. ഇതിപ്പം പ്രീ കെ ജി എയിലെ പിള്ളേരായിരുന്നു. അപ്പോൾ കൊള്ളായിരുന്നു കേട്ടോ, കുഞ്ഞു പിള്ളേരുടെ ഡാൻസൊക്കെ കാണാനായിട്ട്. നമ്മൾ ഋഷിയുടെ ഡാൻസ് കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ് അടുത്തത് ഋഷിയുടെയാണ്. പ്രീ കെ ജി എ കഴിഞ്ഞ് ഋഷി ബി ഡിവിഷനാണ്. അപ്പം ബി ഡിവിഷൻ്റെ ഡാൻസ് അടുത്താണ് കേട്ടോ. As they celebrate the happiness of life with their lovely performance. ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ സ്റ്റേജിൽ നിന്ന് അവരിറക്കിയത്. ഋഷി നല്ലോണം കളിച്ചു കേട്ടോ. മിക്കവാറും ഒക്കെ അസുഖമൊക്കെ ആയിട്ട് ലീവായിരുന്നെങ്കിലും നല്ലോണം അവരും കളിച്ചിട്ടുണ്ട്. നമ്മൾ ഫുള്ള് കാണാൻ അവിടെ നിന്നില്ല. ഋഷിയുടെ കഴിഞ്ഞ് ഒരു ഡാൻസും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഋഷീനെയും കൂട്ടിക്കൊണ്ട് തിരിച്ച് ഇറങ്ങി. അങ്ങനെ നമ്മുടെ ഋഷിക്കുട്ടനും ഡാൻസ് കഴിഞ്ഞപ്പോൾ ഗിഫ്റ്റൊക്കെ കിട്ടി. ഒരു കളർ ബുക്കായിരുന്നു കേട്ടോ. ഡാൻസൊക്കെ കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോഴത്തേക്കും അവന് നല്ല സന്തോഷമായിട്ടോ. അവൻ നല്ല ഹാപ്പിയിലാണ് കാണിക്കാനായിട്ട് ഇറങ്ങി വന്നത്. ഡാൻസ് കളിച്ചപ്പോൾ കിട്ടിയതാണോ?
പിന്നെ പുറത്തിറങ്ങി ഋഷിയുടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ തിരിച്ച് പോകാനായിട്ട് ഒരുങ്ങി. പിന്നെ അവിടെ നമ്മൾ ഋഷീനെയും കൂട്ടിക്കൊണ്ട് സ്റ്റുഡിയോയിലേക്ക് പോകാമെന്ന് വെച്ചു. കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് നേരെ സ്റ്റുഡിയോയിലേക്ക് വിട്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന കാക്കനാട് ചിറ്റേത്ത് കരയുള്ള സ്റ്റുഡിയോയിലാണ്. ഇവിടെ ഇപ്പോൾ ലേഡീസിനും ജെൻസിനും 2 ഫ്ലോറിലായിട്ടാണ് അവരിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ആദ്യമായിട്ടാണ് പറഞ്ഞത്. ഇത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഋഷി വ്ലോഗ് ചെയ്യുക കേട്ടോ. ഋഷി കമോൺ ഗൈസ് എല്ലാം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂട്ടിക്കൊണ്ട് പോവാം. അപ്പോൾ ഇച്ചിരി നേരം അടക്കി നിർത്താനായിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് അവൻ്റെ പുറകെ നടന്നു കേട്ടോ. മതിയോ? അത് കണ്ട് സൂപ്പർ. അങ്ങനെ നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ബില്ല് ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഋഷി കുറേ നേരം പോസ്റ്റ് ആവേണ്ടി വന്നു. അങ്ങനെ ഋഷീനെ പിടിച്ച് വ്ലോഗ് അയക്കുന്നതാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിലും അവൻ കുറച്ച് നേരം ഇവിടെ അടങ്ങി നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. കാണുന്നില്ലല്ലോ. കൊള്ളാം, സൂപ്പർ. വേറെ ഒരെണ്ണം എടുത്തേ. അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയിട്ട് നമ്മൾ പോയത് കാക്കനാട് തന്നെയുള്ള കൃഷി കേന്ദ്രയിലോട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ച് പച്ചക്കറി തൈയും വളവും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഇത് ഇവരുടെ പുതിയ ബിൽഡിങ്ങാണ് കേട്ടോ. അപ്പം ഇതിനകത്തേക്ക് അവർ പച്ചക്കറി വിത്തുകളും പിന്നെ വളവും പിന്നെ അതിന് വേണ്ട പച്ചക്കറി കൃഷിക്ക് വേണ്ടിയുള്ള കുറേ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും പിന്നെ ചെടിച്ചട്ടികളും ഒക്കെ ആയിട്ട് ഈ ബിൽഡിങ്ങിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ വീട്ടിനുള്ളിൽ വെക്കാൻ പറ്റിയ ഭംഗിയുള്ള നല്ല ചെടിച്ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. വാ. അങ്ങനെ നമ്മുടെ ഋഷിക്കുട്ടൻ വീണ്ടും ഇറങ്ങിയേക്കുക വീഡിയോയ്ക്ക് എല്ലാം കാണിച്ചു തരാനായിട്ട്. ചെറിയൊരു കുട്ടി വ്ളോഗറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഋഷി. എന്താ അപ്പുറത്തല്ല, ഇവിടെ ഉള്ളൂ. മേളിലോട്ടില്ല, ഇവിടെ ഉള്ളൂ. ഞാൻ അങ്ങോട്ടില്ല, ഒറ്റക്ക് പോക്കോ. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലോണം വിശന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നല്ല ഊണ്. ഒത്തിരി കറികളൊക്കെ ആയിട്ട് പായസമൊക്കെ ആയിട്ട് അടിപൊളി ഊണായിരുന്നു. പിന്നെ ഋഷിക്ക് പ്ലേറ്റിൽ പപ്പടം സെപ്പറേറ്റ് കൊടുത്ത്, പിന്നെ ഇലക്കകത്ത് കൊടുക്കാത്ത കാരണം ഋഷി ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നതാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.